കഴിഞ്ഞ് ഞാൻ കയറി. യെസ്. ഇനി നിങ്ങളുടെ വിഷ്വല് നല്ലതാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഇന്നലെ നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കയറിയില്ലേ? ഓക്കെ. ഇന്ന് ഇപ്പോ ഈ ക്ലാസ്സിൽ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ടൈൽസ് നോക്കിയിട്ട് ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ നോക്കിക്കേ. നിങ്ങളുടെ വിഷ്വൽ എത്ര നല്ലതാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര പേരാണ് ടോട്ടൽ പാർട്ടിസിപ്പൻസ് നിങ്ങൾക്ക്? ഇന്നലെ 16 ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷെ പലരും ഫോണിന്റെ പേരിലായിരുന്നു കയറിയത്. ഇന്നിപ്പോ പലരും പേര് വെച്ചാ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയാണെന്ന് അറിയാൻ വയ്യ. ഓക്കെ. ഇന്നലെ നിങ്ങൾ അല്ല അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും 17 17 17. 17. വെരി ആണോ? ഗുഡ്. മൊത്തം ഒരു 16 ഒരു പാർട്ടിസിപ്പൻസ് വരുന്നത് 17 18 ആണ് വരുന്നത്. 18 ആണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. 16 17 ഐ എം വെരി ഗുഡ്. നല്ലൊരു ആക്സെപ്റ്റബിൾ റേഞ്ച് ആണ്. സോ നമ്മളുടെ 5 സെൻസസിലൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? യെസ് സർ. ഓക്കെ ഓക്കെ. ഓക്കെ. സോ നമ്മളുടെ 5 സെൻസസ് ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, ചെവി, വായ, വായിലുള്ള രുചി, അതെല്ലാം അല്ലേ? മൂക്ക് കാര്യങ്ങൾ, ഫീലിംഗ്, സ്കിൻ അല്ലേ? സോ ഇതിനെ ഞാൻ സൈക്കോളജിക്കൽ ടേംസിലോ അല്ലെങ്കിൽ സയന്റിഫിക് ടേംസിൽ ഞാൻ പറയാം. കണ്ണുകൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് വിഷ്വൽ. ഓക്കെ. കേൾക്കാൻ പറ്റുന്നത് ഓഡിറ്ററി. ഓക്കെ. ഫീൽ ചെയ്യാൻ പറ്റുന്നത് കിനസ്തെറ്റിക്. നല്ലൊരു പേരാണ് കിനസ്തെറ്റിക്. പിന്നെ നമ്മൾക്ക് മണത്തറിയാൻ പറ്റുന്ന കാര്യങ്ങളിനെ നമ്മൾ ഓൾ ഫാക്ടറി എന്ന് പറയും. രുചിച്ചറിയാൻ പറ്റുന്നതിനെ ഗസ്റ്റേറ്ററി. ഗസ്റ്റേറ്ററി ഇച്ചിരി കൂടി എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഗസ്റ്റേറ്ററി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗസ്റ്റേറ്ററി സിസ്റ്റത്തിനെയാണ്. അതുകൊണ്ടാണ് ഗസ്റ്റേറ്ററി എന്ന് പറയുന്നത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സാമ്യം. ഓക്കെ. സോ 5 സെൻസസ്. ഇവിടെ നമ്മൾക്ക് NLPയിലല്ല, പൊതുവെ നമ്മൾക്ക് 3 മൊഡാലിറ്റീസ് എടുത്താൽ മതി നമ്മൾക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ഒന്ന് വിഷ്വൽ, ഒന്ന് ഓഡിറ്ററി, ഒന്ന് കിനസ്തെറ്റിക്. 3 കാര്യങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് NLPയിൽ നന്നായിട്ട് നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സബ് മൊഡാലിറ്റീസ് എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ NLPയിൽ സബ് മൊഡാലിറ്റീസ് എന്താണെന്ന് അറിയുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും ഒരു ഡെമോ ഇരിക്കാൻ പറ്റുമോ? ഡെമോ ഇരിക്കാൻ റെഡിയായ ആരെങ്കിലും ഉണ്ടോ? ഞാൻ റെഡിയാ. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ മതി. എക്സ്പ്രസീവ് ആകാൻ പറ്റണം. എന്ത് ഫീലിംഗ് വന്നാലും പ്രോസസ് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? ചെയ്ത് നോക്കാം. ഓക്കെ. സോ സന്തോഷ് സാറിനെ ഞാൻ പിൻ ചെയ്യാം. യെസ്. എനിക്ക് നീതു ഇരിക്കാൻ പറ്റുമോ? സന്തോഷ് സാറിന് വേറെ ഓക്കെ ആണോ? കുഴപ്പമില്ല സാർ. അങ്ങനെയാണ്. എനിക്ക് എന്താ മനസ്സിലായില്ല. എന്താ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ. സോ ഒരാളെയും കൂടി ഞാൻ വെക്കാം. പേടിക്കണ്ട. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ സെഷൻസിലോ നമ്മുടെ സെഷൻസിലോ ഒരു കാരണവശാലും നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കില്ല. ഓക്കെ. ഒരു അർത്ഥത്തിലും. അതുകൊണ്ടാണ് നമ്മുടെ സെഷൻസ് എല്ലാം നോൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നോൺ കണ്ടന്റ് ആയിരിക്കും. ഇനി മുന്നോട്ട് പോകുന്ന എല്ലാ ക്ലാസ്സസിലും ലോജിക് ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ ലോജിക് ഓഫ് ചെയ്ത് വെക്കാൻ പറയാനുള്ള മെയിൻ കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ തെറപ്പിക്ക് നമ്മൾ ആരെങ്കിലും അടുത്തും സമീപിക്കുവാണെങ്കിൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് ഫുൾ ഹീലിംഗ് കിട്ടണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഫുൾ ഹീലിംഗ് നമ്മൾക്ക് കിട്ടില്ല. കാരണം അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. മുകളിൽ നിന്നും താഴത്തേക്കുള്ള ഒരു അപ്രോച്ചാണ്. നമ്മൾക്ക് ബോട്ടം ഡൗൺ അപ്രോച്ച് നമ്മൾ സാധാരണ തെറപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ. സോ ബോട്ടം ഡൗൺ അപ്രോച്ചസ് എന്താ? സൊമാറ്റിക് ഹീലിംഗ്, നമ്മളുടെ സെൻസറി ഹീലിംഗ്, അതൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ബോട്ടം ടു ടോപ്പ്, താഴേന്ന് മുകളിലേക്കുള്ള അപ്രോച്ചിൽ ഒരിക്കലും ലോജിക്ക് വർക്കൗട്ട് ആവില്ല. സോ ലോജിക് ഓഫ് ചെയ്യാണ്ട്
ബോട്ടം ടോപ്പിലേക്കുള്ള നിങ്ങളുടെ ബോഡി ഹീലിംഗിലും മൈൻഡ് ഹീലിംഗിലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ മുന്നോട്ട് പോകുന്ന സെഷൻസിൽ, അടുത്ത 5 സെഷൻസിൽ പ്രോമിസ് മീ നിങ്ങൾ ലോജിക് ഓഫ് ചെയ്തിടും. ഓക്കെ, ഓക്കെ. ഗുഡ്. യെസ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്, ഇനി ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും പഠിക്കുവാണെങ്കിലും ഇങ്ങനെ നമ്മൾ പഠിക്കുമോ? ഇല്ല. പൊതുവെ കാല് ക്രോസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. വെരി സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ ശീലിച്ചിട്ടുണ്ടാവും പഠിച്ച്. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം ഓപ്റ്റിമം ലേണിംഗ് വേണമെന്നുണ്ടെങ്കിൽ കൈ 2 ഓപ്പൺ പോസ്റ്ററിൽ വെക്കുക, കാലും ഓപ്പൺ പോസ്റ്ററിൽ വെക്കുക, ക്രോസ് ചെയ്യാണ്ട്. ഏത് മതം വേണമെങ്കിലും എടുത്തോളൂ, ഏത് വേൾഡ് റിലീജിയൻ എടുത്തോളൂ, വളരെ ചെറിയ പോർഷൻസ് മാത്രമേ ഈ ക്രോസ് പൊസിഷൻസ് പോകുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഓപ്പൺ പോസ്ചറാണ്. ഒന്നല്ലെങ്കിൽ സാഷ്ടാംഗം എന്താ പറയാ, പ്രണമിച്ച് വീഴുമ്പോഴത്തേക്കും സാഷ്ടാംഗപ്രണാമം. യെസ്, ഫുള്ള് നമ്മൾ ബോഡി സബ്മിഷൻ ആണ് നടത്തുന്നത്. ശമ്പളം മടങ്ങിയിരിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓപ്പൺ കുണ്ടലിനി പോസ്ചറിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? സോ ഓരോ പോസ്ചർ എടുത്താലും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഓപ്പൺ പോസ്ചറിലാണെന്നാണെങ്കിലാണ് നമ്മൾക്ക് മാക്സിമം ഇൻടേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ശീലിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. ഓക്കെ, സോ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ട് പ്രോസസ് ചെയ്യുക. നിങ്ങൾ ഇന്നലെ ലൈഫ് ഹിസ്റ്ററി ലോഗ് എഴുതിയായിരുന്നോ? യെസ്. എഴുതി അല്ലേ? ഇനി ബാക്കി എല്ലാവരും പിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ 4 പേരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സാർ ഇപ്പൊ പിൻ ചെയ്യാം. യെസ്, താങ്ക് യു. സന്തോഷിനെയും നീതുനെയും വിനീതനെയും എന്നെയും. സന്തോഷ്, നീതു, വിനീത, എൽവിസ്, 4 പേര്. ഇപ്പൊ ചെയ്യാം. ഒരാളുകൂടി മതി. ഞങ്ങൾ 4 പേരെ കാണുന്നുണ്ടോ? ഒരാളുകൂടി. 4 പേര് ചിരിച്ചിരിക്കുന്ന കാണുന്നുണ്ടോ? ഒരാളോടെ വരണം. യെസ് യെസ്. ഒരാൾ 4 പേര് ചിരിച്ചിരിക്കുന്ന കാണുന്നുണ്ടോ? കണ്ട, ഞാൻ എന്റെ ഭാഷ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവരെ ചിരിപ്പിച്ചുണ്ട. വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ചിരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇതാണ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ ശരിക്കും ഒന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുന്നത് നിങ്ങൾ അറിയില്ല. ഓക്കെ, സോ ഓപ്പൺ പോസ്ചറിൽ ഇരിക്കുക നിങ്ങൾ 4 പേരും. ഓക്കെ, സാർ കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കും. സാധാരണ നിങ്ങൾക്ക് വെക്കേണ്ട രീതിയിൽ വെച്ചാൽ മതി. എങ്ങനെ വേണമെങ്കിലും വെച്ചോളൂ, ക്രോസ് പോകണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ. വെരി റിലാക്സ്ഡ് ആവുക, ഒരു കണ്ടന്റും ചോദിക്കില്ല. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഓക്കെ, ഓക്കെ. ഞാൻ പറയുന്ന പോലെ സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടോ? ഹലോ, സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം, ഓക്കെ. നന്നായിട്ട് കേൾക്കാം. ഓക്കെ, യെസ്, ഞാൻ കുറച്ചും കൂടി ഒച്ചത്തിൽ ഞാൻ സംസാരിക്കാം. ഓക്കെ, ഓപ്പൺ പോസ്ചറിൽ ഇരിക്കുക. ഇനി ബാക്കിയുള്ളവരോടുള്ള എൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ്. നീതു, സന്തോഷ്, വിനീത, നിങ്ങളൊന്ന് കണ്ണടച്ചോളൂ. ഇനി പറയുന്ന വരെ നിങ്ങൾ കണ്ണ് തുറക്കരുത്. ഓക്കെ, നിങ്ങൾ 3 പേരും ഒന്ന് കണ്ണ് തുറന്നേ. സന്തോഷ്, നീതു, വിനീത ഒന്ന് കണ്ണ് തുറന്നേ. യെസ്, ലൈഫ് ഹിസ്റ്ററി ലോഗ് എഴുതിയായിരുന്നു നിങ്ങൾ? എഴുതിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗ്രീഫ് ഒഴിച്ച്, അതായത് വേർപാടിന്റെ ദുഃഖം ഒഴിച്ച് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവന്റ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായത് എടുത്താൽ മതി. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് വന്നാലും ലൈഫ് ഹിസ്റ്ററി ലോഗ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവന്റ് എടുത്താൽ മതി. ഓക്കെ, നെഗറ്റീവ് ഇവന്റ് എടുക്കണം, അങ്ങനെയല്ലേ പറഞ്ഞത്? നെഗറ്റീവ് ഇവന്റ് എടുത്താൽ മതി, ഏതെങ്കിലും.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇവന്റും അറിയോ? ഓർമ്മയുണ്ടോ ഇപ്പൊ എടുക്കാൻ പറ്റുന്നത്? ഓക്കെ. Yes. ഓക്കെ, മതി, ഇത് മാത്രം മതി. ഇനി കൂടുതലൊന്നും ആലോചിച്ചൊന്നും ഇതാക്കണ്ട, ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എടുത്താൽ മതി. ഓക്കെ, മെല്ലെ ഒന്ന് കണ്ണടച്ചേ, മെല്ലെ കണ്ണുകൾ അടക്കുക, ശ്വാസം എടുത്ത് വിട്ടേ. റിലാക്സ് യുവർ സെൽഫ്, ബി വെരി റിലാക്സ്ഡ്. ശ്വാസം എടുത്ത് വിട്ടേ. യെസ്, വെരി ഗുഡ്. നിങ്ങൾ അന്ന് കടന്നുപോയ ആ ഒരു നെഗറ്റീവ് ഇവന്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അന്ന് കണ്ട അതേ സ്ഥലം കണ്ടേ. സീ ദ സെയിം പ്ലേസ്. അന്ന് കണ്ട അതേ വ്യക്തിയെയും വ്യക്തികളെയും കണ്ടേ. അന്ന് കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയേ, അതേ സാഹചര്യത്തിലൂടെ കടന്നുപോയേ, അതേ സാഹചര്യം കണ്ടേ. അന്ന് കേട്ട അതേ ശബ്ദങ്ങള് ഇപ്പോൾ എന്ന പോലെ കേട്ടേ. ഹിയർ ദ സെയിം സൗണ്ട്സ്. അന്ന് കടന്നുപോയ അതേ വികാരങ്ങളും വിചാരങ്ങളും ഇപ്പോൾ എന്ന പോലെ കടന്നുപോയേ. ഫീൽ ദ സെയിം ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ദാറ്റ് യു ഹാഡ് ദാറ്റ് ഡേ. കണ്ണു തുറന്നേ, കണ്ണു തുറന്നേ. ഹലോ, രാവിലെ ഭക്ഷണം എന്താ കഴിച്ചേ നിങ്ങൾ മൂന്നുപേരും? ഞാൻ ദോശ. അപ്പം കിഴങ്ങ് കറി. അപ്പവും കിഴങ്ങ് കറി. ഓ, കിഴങ്ങ് ഇവിടെ കഴിച്ച് കഴിച്ച് മടുത്ത്, പറ്റണില്ല. വേറെ വെറൈറ്റി എന്തെങ്കിലും പറ. ദോശ. ദോശ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. മിസ് ചെയ്യണ ഒരു കാര്യം. വിനീത? ഇപ്പൊ കഴിച്ചത് കിഴങ്ങ്. ഇപ്പൊ കിഴങ്ങ്. ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോ ഞണ്ട്. പിന്നെയും കിഴങ്ങ്. ആ, കുഴപ്പമില്ല, എന്ത്? പോട്ടെ, സാരില്ല, ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. പോസിറ്റീവ് ഇവന്റ് ഓർമ്മയുണ്ടല്ലോ? വിനീത റെഡി? എന്താ സാറേ, ഒരു മിനിറ്റ്, സോറി. എന്താ പറഞ്ഞേ? ഒരു പോസിറ്റീവ് ഇവന്റ് കയ്യിലില്ലേ ഇപ്പൊ എടുക്കാനായിട്ട്? ഉണ്ട്. ഓക്കെ, മെല്ലെ ഒന്ന് കണ്ണടച്ചേ, ശ്വാസം എടുത്ത് വിട്ടേ. ആൻഡ് റിലാക്സ് യുവർ സെൽഫ്. നിങ്ങൾ ആലോചിച്ചെടുത്ത ആ ഒരു പോസിറ്റീവ് ഇവന്റ് ഒന്ന് ശരിക്കും ഒന്ന് ഓർത്തേ. ആ പോസിറ്റീവ് ഇവന്റ് നടന്ന അതേ സ്ഥലം കണ്ടേ. അതിലുൾപ്പെട്ട വ്യക്തിയെയും വ്യക്തികളെയും കണ്ടേ. അന്ന് നടന്ന അതേ സാഹചര്യം ഇപ്പോൾ എന്ന പോലെ കണ്ടേ. അന്ന് കേട്ട അതേ ശബ്ദങ്ങൾ ഇപ്പോൾ എന്ന പോലെ കേട്ടേ. അതേ ശബ്ദങ്ങൾ ഇപ്പോഴും കേട്ടേ. അന്ന് കടന്നുപോയ ഈ പോസിറ്റീവ് ഇവന്റിൽ കടന്നുപോയ അതേ ഫീലിങ്സ് ഇപ്പോഴും ഫീൽ ചെയ്തേ. മെല്ലെ കണ്ണുകൾ തുറന്നേ. അതിലൂടെ വീണ്ടും കടന്നു പോകാൻ പറ്റിയോ? സാധിച്ചായിരുന്നോ? അടിപൊളിയായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? യെസ്. അടിപൊളി.
ഒന്ന് ഞങ്ങൾ 4 പേരെയും അൺപിൻ ചെയ്യാവോ? എനിക്ക് എല്ലാവരെയും കാണണം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. സോ ഐഡിയ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഞാൻ എൻ്റെ കമാൻഡുകളിലൂടെ ആണ് നിങ്ങളെ ആ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കൊണ്ടുപോയത് അല്ലേ? വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഒരു 5 കമാൻഡ് മാത്രം ഞാൻ തന്നു. 5 കമാൻഡുകൾ മാത്രം ഞാൻ തന്നു അല്ലേ? എന്തൊക്കെയാ ഞാൻ തന്നേ? ഒന്ന് വിഷ്വൽ, ഒന്ന് ഓഡിറ്ററി, ഒന്ന് കിനസ്തെറ്റിക്. 3 കമാൻഡുകളാണ് ഞാൻ തന്നത് അല്ലേ? സോ ഇത്ര Yes. തന്നെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് എൻ്റെ സ്ക്രീനിൽ നിന്ന് ഒന്ന് അൺപിൻ ചെയ്തേക്കട്ടെ. യെസ്. ഇനി ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ മുഖത്ത് ചേഞ്ചസ് കണ്ടത്, അല്ലെങ്കിൽ ബോഡിയിൽ ചേഞ്ചസ് കണ്ടത്? ഒന്ന് പറയാവോ? അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഒന്നും കണ്ടില്ല? നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൈസും അംഗീകാരവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പൊട്ടത്തരമാണെങ്കിലും പറഞ്ഞോളൂ. മനസ്സിലായോ? പൊട്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നശിഞ്ഞു പോകുന്നതാണ് പതിവ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയും, ജീവിതം നടന്നു. അതങ്ങനെ പറഞ്ഞു തുടങ്ങും. അതല്ലെങ്കിൽ മനസ്സിലാകുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഹീലിംഗ് അവിടെ സ്റ്റോപ്പായി പോകുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മളോട് തന്നെ ഉണ്ടാകുന്ന ഒരു കമ്പാഷൻ ഉണ്ട്, ഇഷ്ടം, സ്വയം തോന്നുന്ന ഒരു ഇഷ്ടം, അത് നഷ്ടപ്പെടുന്നത് അവിടെയാണ്. സോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ചിരിക്കാൻ പഠിക്കുക. ഓക്കെ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ നിങ്ങൾ കണ്ടത്? ആരും പറഞ്ഞില്ല, ഞാൻ പറയാം സാറേ. ഒരെണ്ണം പറഞ്ഞാൽ മതി. സന്തോഷം. സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ മുഖത്ത് ഒരു വികാസം, ഒരു പ്രസാദം അല്ലേ? പുഞ്ചിരി ഒരു ഉണ്ടായി. പ്രസാദം. യെസ്. പിന്നെന്തൊക്കെ കണ്ടു? ഒരു ശ്വാസത്തിന്റെ ഒരു താളം. നേരെ തിരിച്ച് സങ്കട മൂവ്മെന്റിലൂടെ കടന്നു പോയപ്പോ അവരുടെ ആ ഒരു തൊണ്ടയിലുള്ള ആ വെള്ളം ഇറങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ കാണുന്നുണ്ടായിരുന്നു. ഉമിനീര് ഇറക്കുന്നത് കണ്ടല്ലേ? ആ ഒരു അല്ലേ? ഉമിനീര് ഇറക്കുന്ന ആ ഒരു യെസ്. തൊണ്ടയുടെ ഇവിടെ ഇതായിട്ട് കാണാൻ പറ്റും. സോ ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് നോൺ വെർബൽ ക്യൂസ് എന്നാണ്. അതായത് സംസാരിക്കാണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. അതായത് കണ്ണുകൾ ഇങ്ങനെ ട്വിച്ച് ചെയ്യുന്നത്, ചലിക്കുന്നത്, ഉള്ളിൽ ഇങ്ങനെ 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 പോകുന്നത്. മനസ്സിലായോ? നമ്മളുടെ നെറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങി 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 വരും നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ. നമ്മളുടെ ചീക്സ് രണ്ടും ഹാപ്പിനെസ് ആണെങ്കിലും സാഡ് ആണെങ്കിലും ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ സാധനം വരണ കണ്ടിട്ടുണ്ടോ? സങ്കടം വരുമ്പോ ചിലവർക്ക് ഇല്ലേ? ചിലവരുടെ ഈ സാധനം വരും. ചെറിയ ചെറിയ സാധനങ്ങളാ. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒരാളിനെ എങ്ങനെ നിങ്ങൾക്ക് എന്താ പറയാ ആശ്വസിപ്പിക്കാം. നിങ്ങളെ വാക്കുകൊണ്ടൊന്നും പറയണ്ട, ചുമ്മാ അടുത്തൊന്ന് പോയി തലയിലൊന്ന് തൊട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോളത്തൊന്ന് തൊട്ടിരുന്നാൽ മതി. അടുത്ത് പോയിരുന്നിട്ടൊന്ന് കയ്യിലൊന്നിങ്ങനെ പിടിച്ചിരുന്നാൽ മതി. എത്ര വ്യത്യാസം വരുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രത്തോളം നിങ്ങളുടെ ഒരു വിവാഹ ജീവിതം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആകുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് എത്രത്തോളം മനോഹരമാവുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ നോൺ വെർബൽ ക്യൂസ് മനസ്സിലാക്കേണ്ടത് NLPയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ ഞാൻ സബ് മൊഡാലിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യം കണ്ണുകളുടെ താഴെ വിഷ്വലിന്റെ താഴെ നമ്മൾക്ക് ഒരു 1 2 3 4 5 6 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു കാര്യം നമ്മൾ കാണുവാണെങ്കിൽ അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണാനേ നമ്മൾക്ക് ആലോചിക്കാനായിട്ട് ഇത് വരുള്ളൂ. ഞാൻ ചോദിക്കട്ടെ,
വിനീത, മക്കളുണ്ടോ? ഒരാള്, രണ്ടാള്, ഒന്ന്. സുഖപ്രസവമായിരുന്നോ അല്ലെങ്കിൽ സിസേറിയൻ ആയിരുന്നോ? നോർമൽ. ആ നോർമൽ സുഖപ്രസവമായിരുന്നു. യെസ്. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഏഹ് പക്ഷെ അതിപ്പോ ആലോചിക്കുമ്പോ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നോ? യെസ്. ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിരുന്നു, പക്ഷെ പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? അത് യെസ്. ഇപ്പൊ ആലോചിക്കുമ്പോ അത് ബ്രൈറ്റ് ആയിട്ട് ആലോചിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒട്ടും കളറില്ലാണ്ട് ആലോചിക്കാനാണോ ഇഷ്ടം? ബ്രൈറ്റ് ആയിട്ട്. ബ്രൈറ്റ് ആയിട്ട്. പൊതുവേ നമ്മൾക്ക് അങ്ങനെ ഫസ്റ്റ് ഹേർഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്ഷൻ തരുവാണ്. മമ്മൂട്ടിയുടെ മോഹൻലാൽ, എല്ലാവർക്കും മോഹൻലാൽ മമ്മൂട്ടി ഇഷ്ടമാണോ? യെസ്. സിനിമ കാണാൻ ഇഷ്ടമാണോ? അതെ. ഓക്കെ, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വല്ല സൂപ്പർ ഹിറ്റ് പടം ഏതെങ്കിലും ഒന്ന് പറയൂ. ലക്കി ഭാസ്കർ സൂപ്പർ മോട്ടിവേഷൻ. ആ, ഇപ്പൊ ഏതെങ്കിലും എല്ലാവർക്കും അറിയാവുന്നത്. എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട്, അതുകൊണ്ട് ലക്കി ഭാസ്കർ. ഓക്കെ, ഈ പടം നിങ്ങൾക്ക് കാണാൻ കിട്ടിയെന്നിരിക്കട്ടെ. ഓക്കെ, വേണ്ട. കിലുക്കം കിലുക്കം ഓക്കെ. യെസ്. കിലുക്കം കിലുക്കം നിങ്ങൾക്ക് കളർ പടം കാണാനും ചാൻസ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? ടിക്കറ്റ് Colour. കൊടുത്ത്. കളർ. കളർ കളർ പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ അല്ലേ? കളർ. കളർഫുൾ ആണ് നല്ലത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് Colourful. അടിപൊളിയല്ലേ? കിലുക്കം അല്ലേ? പടം സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം? ഇല്ല. അതിൽ നല്ലത് കളറിൽ ഇല്ല. ഞാൻ സമ്മതിച്ച് തരില്ല. കിലുക്കം പടം സൂപ്പർ ഹിറ്റ് ആണ്. അത് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താ കാണാൻ പോവാത്തെ? കളർഫുൾ ആണ് ഇഷ്ടം. ആ, ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫിലെ കാര്യങ്ങൾ കളർഫുൾ മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. പൊതുവേ നമ്മൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് ഒരു അകൽച്ചയാ, അല്ലേ? പൊതുവേ ആ. നമുക്കൊരു അകൽച്ചയാണ്. നേരെ മറിച്ച് നമ്മളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ഒരു നെഗറ്റീവ് ട്രോമയുടെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കളർഫുൾ Black ആയിട്ട് and തിളങ്ങി വെട്ടിത്തിളങ്ങി, അല്ലേ? അങ്ങനെ തന്നെ വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അവൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയ പണി കിട്ടും, ഇവളെന്തിനാ ഇത് ചെയ്തത്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഓ പൊട്ടിക്കാളി പൊട്ടൻ, എന്തിനാണ് അങ്ങോട്ട് ചെയ്തത്, അങ്ങനെ പോയത്, പറയാറുണ്ടോ? യെസ്. പറയും. ആ, Yes. സിനിമയിലും തിയേറ്ററിലും കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ പറയാല്ലേ? നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യാൻ പറ്റാത്തെ? ജീവിതത്തിൽ അങ്ങനെ പോയി യെസ്, പറഞ്ഞു. ജീവിതത്തിൽ അങ്ങനെ പോയി പലതവണ പൊട്ടത്തരം കാണിച്ചിട്ടുള്ളതുകൊണ്ടാണല്ലോ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നേ, അവ ഇങ്ങോട്ടോ പോണേ, കിട്ടൂലോ. അപ്പൊ നമ്മൾക്ക് സജഷൻ പറയാൻ അറിയാം, അല്ലേ? അതെ. പക്ഷെ നമ്മുടെ ലൈഫിൽ പൊട്ടത്തരം നടന്നാലും വീണ്ടും പൊട്ടത്തരത്തിൽ എന്തിനാ നമ്മ പോയി ചാടുന്നത്? അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇത് പോയി കഴിഞ്ഞാ പണി പാളി, പിന്നെ എന്തിനാ വീണ്ടും പോകുന്നത് നമ്മൾ? ഈ സിനിമയിലൊക്കെ അങ്ങനെയല്ലേ? സിനിമ ദൂരെ നിന്ന് കാണുന്നത് കൊണ്ടാണ്. ഓ, നമ്മൾക്ക് ജീവിതം മറ്റുള്ളവരുടെ ദൂരെ നിന്ന് ഒരു മൂന്നാമത്തെ ഒരാളെന്ന രീതിയിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ എളുപ്പമാകുന്നത്, ചൂണ്ടി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? യെസ്. അതുകൊണ്ടാണ്. സോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇനി ഇതിലൊക്കെ ഒന്ന് നോക്കിക്കേ. ബ്രൈറ്റ്നെസ് കൂട്ടി കാണാനായിട്ട് പോസിറ്റീവ്, സൈസ് ഭയങ്കരമായിട്ട് കൂട്ടി കാണാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്, ക്ലാരിറ്റി തിളങ്ങി വെട്ടി. ഇപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ കാണുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ബ്ലറായിട്ട്
ബ്ലർ വേണ്ട അല്ലേ? നല്ല ബ്ലർ നല്ല വേണ്ട, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു. ക്ലിയർ ആയിട്ട് കാണണം അല്ലേ? അതെ അതെ. മനസ്സിലായോ? സോ നെഗറ്റീവ് നമുക്ക് ക്ലാരിറ്റി കുറച്ച് കളയാനും നമ്മൾക്ക് സൈസ് കുറച്ച് കളഞ്ഞ് നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്യാറുണ്ടോ? പണ്ട് എന്തൊക്കെയോ നമ്മുടെ ലൈഫിൽ തെണ്ടിത്തരങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ നടന്നു കഴിയുമ്പോൾ പൊതുവെ നമ്മൾ എന്താ പറയുന്നേ, അതൊക്കെ മറന്നു കള അല്ലേ? അല്ലേ? കൊച്ചിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാറേ. റിയാസ് ഉണ്ട്, റിയാസ്. സാറേ ആ, നമ്മൾ പറയാറില്ലേ, പോയി ചത്ത്. പൊതുവെ കൊച്ചിക്കാര് പറയുന്ന ഒരു കാര്യം, പോയി ചത്ത്, എന്തെങ്കിലും ആവട്ടെ. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് മനസ്സിന്റെ പുറകിലേക്ക് അങ്ങോട്ട് തള്ളി കളയുക, അതിന് പ്രാധാന്യം ഇല്ലാണ്ടാക്കി കളയുക. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെ വാല്യൂ ഇല്ലാണ്ടാക്കി കളയുന്നതാണ്. മനഃപൂർവ്വം അതിനെ ചെറുതാക്കി ഉള്ളിൽ അടക്കി പിടിക്കുവാണ്. മനസ്സിലായോ? അപ്പോ സമാനമായിട്ടുള്ള ഒരു അതേപോലെയുള്ള ഒരു വേറെ ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അതിൽ നിന്നും ദേഷ്യം വീണ്ടും പുറത്തേക്ക് വരും. ഹീലായില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്താകും? പുതിയ ആൾക്കാരോടും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ദേഷ്യം, വെറുപ്പ് അതൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ സബ് മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ആയിട്ടോ സ്റ്റില്ലായിട്ടോ നമ്മൾക്ക് മനസ്സ് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ ഓർക്കുന്നത് സ്റ്റില്ലാക്കാനും ഒരു നിശ്ചലമായൊരു പിക്ചർ ആക്കാനും അതിനെ വീഡിയോ പോലെ ആക്കാനും നമുക്ക് സാധിക്കും. ഇനി ഞാനൊരു എക്സസൈസ് തരാം, വേഗം ചെയ്യണം. പക്ഷെ റെഡിയാണോ? വേഗം ചെയ്യണം, വേഗം ചെയ്യണം. ഓക്കെ, ഓപ്പൺ പോസ്റ്ററിലിരുന്നേ, ഓപ്പൺ പോസ്റ്ററിലിരുന്നേ. വലതേ കയ്യില് നാരങ്ങ എടുത്തേ, നാരങ്ങ എടുത്തേ. ആ നാരങ്ങയിലോട്ട് നോക്കിക്കേ, എന്നെ നോക്കണ്ട, നാരങ്ങയിലോട്ട് നോക്കിക്കേ, നാരങ്ങയിലോട്ട് നോക്കിക്കേ. പച്ച കളർ, നല്ല പച്ച മഞ്ഞയുള്ള നാരങ്ങ. ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾ ഒരു കത്തി എടുത്തേ, വേഗം ഒരു കത്തി എടുത്തേ. കത്തി എടുക്ക്, കത്തിയിലോട്ട് നോക്ക്, നല്ല മൂർച്ചയുണ്ട് കത്തിക്ക്. ഇനി ആ നാരങ്ങ എടുത്തൊന്ന് കഷ്ണം കഷ്ണം ആക്കിക്കേ, ചെറുതാക്കിക്കേ, രണ്ടാക്കിക്കേ, മുറിച്ചേ. നാരങ്ങയിലോട്ട് നോക്കി മുറിച്ച് പകുതിയാക്കിയിട്ട് ഇനി ഒന്ന് പിഴിഞ്ഞ്, ഒരു പകുതി എടുത്തിട്ട് ശരിക്കും പിഴിഞ്ഞ് അതിന്റെ വെള്ളം എടുത്തേ. ഇനി വേഗം അതിന്റെ നീരൊന്ന് കുടിച്ചു നോക്കിക്കേ. ഇതിൽ എത്ര പേർക്ക് നാരങ്ങയുടെ നീരിന്റെ ടേസ്റ്റ് കിട്ടി? എത്ര പേർക്ക് വായയിൽ വെള്ളം വന്നു? കിട്ടി. എവിടെ നാരങ്ങ? എവിടെ കത്തി? CID മൂസയിൽ പറയണ, എന്തേ നിങ്ങളുടെ വണ്ടികളൊക്കെ എവിടെ പോയി? എവിടെ നാരങ്ങ? എവിടെ നീരെവിടെ? കുടിച്ചതെന്താ? സോ ഇതാണ് ഞാൻ പറയുന്നത്. ഭാഷയിലൂടെ നമ്മൾ ചിന്തകളൊന്ന് ശരിക്കും സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ചേഞ്ച് വരുത്താൻ പറ്റും? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അളക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അപ്പോൾ ലോജിക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇല്ലാത്ത സാധനത്തിനാണ് നിങ്ങളിപ്പോ വായയിൽ രുചിച്ചറിഞ്ഞത്, വായിൽ വെള്ളം വന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ പഴയ ഹീലിംഗ് പ്രോസസ്സ് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓഡിറ്ററിയിൽ നമ്മൾക്ക് ഇപ്പോ ഭയങ്കര ഒച്ചത്തിലും കേൾക്കാം, ആ ഒച്ച കുറക്കാനും നമ്മൾക്ക് സാധിക്കും.
അതിന്റെ ക്ലാരിറ്റി റേഡിയോ ഫ്രീക്വൻസി പോലെ വെട്ടി 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 കേൾക്കാൻ പറ്റും. മറ്റേ ആകാശവാണി പണ്ട് നമ്മൾ ട്യൂൺ ചെയ്യത്തില്ലേ, പണ്ടത്തെ റേഡിയോ. മർഫി റേഡിയോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മർഫി ഏ ഇല്ല ഇല്ല പണ്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 28 വയസ്സുള്ള ഇനി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. ഉണ്ട്. ആ പണ്ടത്തെ റേഡിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേഡിയോ ഏതെടുത്താലും ട്യൂൺ ചെയ്യണ സമയത്ത് നമുക്ക് കുറെ ഗ്രെയിൻസ് കേൾക്കും അല്ലേ. സോ ഇനി വരാൻ പോകുന്ന ഹീലിംഗ് സെഷൻസിൽ ഞാൻ നിങ്ങളോട് പറയും, ഗ്രെയിൻസ് കേൾക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സൗണ്ടുകളിനോട് ആ ഗ്രെയിൻസ് അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് അങ്ങോട്ട് വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഇൻറ്റൻസിറ്റി, കിനസ്തെറ്റിക്കിൻ്റെ അകത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് പഠിക്കണ സമയത്ത് ഒരു കുസൃതി കാണിച്ചു. ടെസ്റ്റ് ഇട്ട് തന്നു, അമ്മ പുറകിൽ നിന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ടൈമായിട്ട് എനിക്ക് തീർക്കാൻ പറ്റിയില്ല. ക്ലോക്ക് എടുത്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് പുറകോട്ട് അങ്ങോട്ട് തിരിച്ചു. എൻ്റെ വീട്ടിൽ പൊതുവെ അമ്മയും ആരെങ്കിലും ചോദിക്കും, പിള്ളേർ തല്ലാറുണ്ടോ? അപ്പോൾ അമ്മ പറയും, ഏയ് ഞാൻ ചൂരലിനൊന്നും അടിക്കാറൊന്നുമില്ല. പക്ഷേ വീട്ടിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിലുള്ളത് മറ്റേ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ സ്റ്റീൽ സ്കെയിലാണ് ഇരിക്കുന്നത്. അത് ദൈവം സഹായിച്ച് 90 സെൻറ്റിമീറ്റർ 120 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അളവ്. 90 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 അടിയും 120 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 അടി 5 അടിയോളം വരും. മനസ്സിലായോ? അപ്പോൾ ഈ സാധനം വെച്ചിട്ട് അടിക്കണ. അപ്പോൾ ഞാൻ എൻ്റെ ആ കാര്യം ആലോചിച്ചപ്പോഴത്തേക്കും 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റുന്നത് അമ്മ കണ്ടു വശപ്പശകിന് പട്ടാന്ന് പറഞ്ഞൊരു അടി. എൻ്റെ പൊന്നു മോനെ, സഹിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല പൊള്ളി ഇരുന്നേച്ച്. ആ അടി എനിക്ക് ഇപ്പോൾ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതേപോലത്തെ അടി നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? യെസ്. കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ഒരടി, അതിന്റെ പൊള്ളല്, വെന്ത് നീറല് ഉണ്ടോ? യെസ്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ഇവന്റ് നടക്കുമ്പോൾ. നെഗറ്റീവ് ഇവന്റുകൾ നിങ്ങളെ ചൂട്, പൊള്ളി, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ താങ്ങാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് വേദന വരാറുണ്ടോ? ഈ 2 ഭാഗത്ത് ഞാൻ പറയുന്നത് വരുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഈ ഭാഗം വരാറുണ്ട്. ഉമിനീര് ഇറക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, എന്താന്നറിയില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയി നെഞ്ചെരിച്ചില്, നെഞ്ച് വേദന. അവിടെ നിന്ന് കുറച്ചും കൂടി താഴത്തോട്ട് പോകുമ്പോ ആ മറ്റേ ഡയഫ്രത്തിന്റെ അവിടെ നിന്ന് എന്തോ ഇങ്ങനെ അങ്ങോട്ട് ഉന്തണ പോലത്തെ ഒരു ഫീലിങ്. വയറിന്റെ അവിടെ നിന്ന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലേ? ഇത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ഒരു ചിന്തയിൽ നിന്നും വന്നിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ? അല്ലേ? ആ, ഇതിനെയാണ് സൊമാറ്റിക് എന്ന് പറയുന്നത്. സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസോ ഫീലിങ്സോ അത് ബോഡിയിലേക്ക് പ്രൊജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇൻഡ്യൂസ്ഡ് ക്യാൻസർ, ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് ആകുന്നത്, ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നത്, ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ആൾക്ക് ഒറ്റയടിക്ക് പനി വരുന്നത്, പേടിപ്പനി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? പേടിന്ന് പനി വരാന് എന്തീ പറയണ അല്ലേ? സോ ചിന്തയിൽ നിന്നും എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മൾ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സോ നിങ്ങൾക്ക് വിഷമം വന്നാൽ അത് വിഷമിച്ച് കണ്ണുനീരൊഴുക്കി തീർക്കുക. ചിരിക്കാൻ തോന്നുവാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക. മനസ്സിലായോ? സോ ഇവിടെ നിങ്ങൾ വരുന്ന ഈ 1 മണിക്കൂർ സെഷൻ അതിന് വേണ്ടിയിട്ടായിരിക്കണം. കരയണമെന്നുണ്ടെങ്കിൽ കണ്ണുനീര് ഒഴുക്കുക. കണ്ണുനീര് ഒഴുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം വരുന്നു തോന്നുന്നുണ്ടോ? യെസ്, എപ്പോഴും. അതും പറഞ്ഞ് എപ്പോഴും കരയണം എന്നല്ല, ഓരോ കണ്ണുനീരിനും ഓരോ തുള്ളിക്കും വില കൽപ്പിച്ച് തന്നെ നീങ്ങുക. സോ എപ്പോഴും ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ടത്.
സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ സെഷൻ, സബ്മൊഡാലിറ്റീസ് ആൻഡ് നോൺ വെർബൽ ക്യൂസ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഇന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇന്ന് പഠിച്ച പാഠങ്ങൾ ഓർത്തിരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ, അത് ഉള്ളിലേക്ക് എടുക്കുക, പോസിറ്റീവ്സ് ഉള്ളിലേക്ക് എടുക്കുക. ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണുക. ഹാവ് സ്വീറ്റ് ഡ്രീംസ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഡ്രീംസ്, ആൻഡ് വേക്ക് അപ്പ് ടു എ ബ്രൈറ്റർ ടുമോറോ. ഓക്കെ, താങ്ക് യു സോ താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. യെസ്. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസിലൂടെ എല്ലാവരും കടന്നുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ NLPയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അടുത്തുള്ളൂ. അപ്പൊ തന്നെ ഓരോരുത്തരുടെ മുഖത്തുണ്ടായ ആ ഒരു സന്തോഷവും എത്രയൊക്കെ ദുഃഖങ്ങളിലൂടെയാണ് കടന്നുപോയതും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്, എന്നിലുണ്ട് എന്നുള്ളത് തന്നെ ഈ 2 ദിവസം കൊണ്ട് മനസ്സിലായി. എല്ലാവരുടെയും മുഖത്തുണ്ടാവുന്ന സന്തോഷം അതാണ്. എന്തേ ഞാൻ ഇത്ര നാൾ അറിഞ്ഞില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഇതുപോലെ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം സാർ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ പഠിപ്പിച്ചത് ഓർത്തിരിക്കുക. ആ ഫീലിങ്ങോട് കൂടി ഇന്ന് ഉറങ്ങുമ്പോൾ അത് കൊണ്ടുവന്നാൽ ഒരനുഭവം. നാളത്തെ പ്രഭാതം ഇന്നത്തെ പ്രഭാതം പോലെയല്ല. ഇപ്പൊ ഡേ ബൈ ഡേ യു ആർ ഗെറ്റിംഗ് ബെറ്റർ ബെറ്റർ ബെറ്റർ. നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വീട്ടുകാർ തന്നെ മനസ്സിലാക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു വർക്ക്ഷോപ്പാണ്, സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു. ഇനി നാളെ ആകുമ്പോൾ അല്പം കൂടി കൂടും. എല്ലാവർക്കും ഒരു മടിയുണ്ടല്ലോ, സാർ ഇപ്പൊ വലിയ ദൂരെ നിന്ന് വന്നു, അല്ല സാറിനെ പരിചയമില്ല, ആ ഒരു മടിയൊക്കെ ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ മാറി. അപ്പൊ നല്ല ഇന്ററാക്ഷൻ, നല്ല എല്ലാവരും വീഡിയോ ഓണാക്കി തന്നെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഞാൻ ഓവർ ടു ഷബാസ് മാമിന് കൊടുക്കുന്നു. താങ്ക് യു അനിൽകുമാർ സർ, ആൻഡ് താങ്ക് യു വെരി മച്ച് എൽവിസ്. എന്റെ ആത്മമിത്രമാണ് എൽവിസ്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്താണ് സബ് മൊഡാലിറ്റീസ്, അത് എങ്ങനെയാണത് നമുക്ക് ഒരാളുടെ മുഖത്തുനിന്ന് ഓരോ കാര്യങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, അത് വെച്ചിട്ട് എങ്ങനെ ഹീലിംഗ് ചെയ്യാം. അതായത് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടി എങ്ങനെ കാണാൻ പറ്റും, അതിന്റെ ബ്രൈറ്റ്നസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതിന്റെ ക്ലാരിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും. ഇത് ക്ലാരിറ്റി, നമ്മുടെ ലൈഫിൽ ക്ലാരിറ്റി കുറയ്ക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കും നമുക്ക് അത് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ ക്ലാരിറ്റി കുറച്ച് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാമെന്നും നമ്മുടെ ലൈഫിലെ സന്തോഷത്തെ കൂടുതൽ ക്ലിയർ ആയിട്ട് കൂടുതൽ ബ്രൈറ്റ്നസോട് കൂടി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന അതിന്റെ തിയറികൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നു. അപ്പോ എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എൽവിസിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇതാണ് ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്നത്. ഈ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സർവേഷനും നന്ദി പറയുന്നു. അപ്പോ എന്റെ ഈ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓവർ ടു യു അനിൽ സർ. താങ്ക് യു. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഓൾ ഈസ് വെൽ, ഓൾ ആർ ഓക്കെ. എല്ലാവരും ഓർക്കുക, എല്ലാവരുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മിറാക്കിൾ തന്നെയാണ്. കാരണം എത്രയോ പേരുണ്ട്, ഇത്രയും പേർ ഇതുപോലെ ഒരു സാറിന്റെ സെഷൻ, നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. മിറാക്കിൾ, എവരി ഡേ ഈസ് എ മിറാക്കിൾ, എവരി മൊമെന്റ് ഈസ് എ മിറാക്കിൾ. അപ്പൊ ഇനി നിങ്ങളെ കൂടുതൽ അറിയുന്നു, നിങ്ങളുടെ സന്തോഷത്തെ കൂടുതൽ അറിയുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നു. അങ്ങനെ നമ്മളുടെ മുഖമൊക്കെ വളരെ പ്രകാശമാനമാകട്ടെ. അപ്പൊ നിങ്ങളുടെ ചുണ്ടിലെ പുഞ്ചിരിക്കും നിങ്ങളുടെ മുഖത്തിന് സന്തോഷത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതായിക്കോട്ടെ. അപ്പൊ സ്വീറ്റ് ഡ്രീംസ്, ഓൾ ഈസ് വെൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ കൃത്യസമയത്ത് ചെയ്യുക 7:55.
വിത്ത് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇന്നെന്താ സാറേ ചെയ്യണ്ടേ? ഇന്നലെ ചെയ്തത് റിപ്പീറ്റ് ചെയ്യണോ? അത് ഇല്ല, ഇന്നലെ ചെയ്തത് അത് നമ്മുടെ ഈ 5 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്താണ് സബ് മൊഡാലിറ്റീസ് എന്നല്ലേ പറഞ്ഞത്. നാളെ ആ ഇതിന്റെ ഹീലിംഗ് ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. എങ്ങനെ ഒരു ടാസ്ക് ഞാൻ തരട്ടെ? നോൺ വെർബൽ ക്യൂസ് ആ എങ്ങനെയാണ്, അതുപോലെ സബ് മൊഡാലിറ്റീസ് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നാളെ നമ്മൾ ഇതിന്റെ ഹീലിംഗും കാര്യങ്ങളായി പ്രോസസ്സിംഗിലേക്കായിരിക്കും പോകുന്നത്. ഒരു ടാസ്ക് ഞാൻ തരട്ടെ? യെസ് സാർ, ഒരു ടാസ്ക് ഞാൻ തരട്ടെ? ഓക്കെ. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെല്ലാം ദിവസം തന്നെ നിങ്ങൾ പറയുക. ഐ ആം വർത്തി, ഞാൻ അർഹിക്കുന്ന ഒരാളാണ്. ഐ ആം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഐ ആം ഹാൻസം. ഐ ആം കരിസ്മാറ്റിക്, എനിക്ക് അട്രാക്ഷൻ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. ഐ ആം മോർ ദാൻ ഇനഫ്, എനിക്ക് ഞാൻ മാത്രം മതി. ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞ് കിടന്നുറങ്ങുക. നാളെ എണീക്കുമ്പോ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ പറയാം. അടുത്ത 5 ദിവസം നിങ്ങളിത് ചെയ്തേ പറ്റൂ, ഞാൻ പറയാണ്ട് തന്നെ. ഓക്കെ, ഇനി 7 ദിവസം കഴിഞ്ഞിട്ടോ 10, 11, 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലുള്ളത് നടന്നിരിക്കുന്നത് നിങ്ങൾ ഇവരോട് സംസാരിക്കുക. എന്താണെന്നുള്ളത് ഇവരോട് പറയുക. ഓക്കെ, താങ്ക് യു സാർ. അത് ഞങ്ങൾ ഗ്രൂപ്പിലിടാം സാറേ, ഗ്രൂപ്പിലിടാം. ഓക്കെ, രണ്ടുപേര്. ഞാൻ പറയാറുണ്ട് സാർ. വെരി ഗുഡ് വിനീത. ബ്യൂട്ടിഫുൾ. സാർ ഇത്രയും പറഞ്ഞ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, എന്റെ നെറ്റ് ഒന്ന് കട്ടായി പോയായിരുന്നു. ഒന്നുകൂടി പറയാം സാറേ. സാർ തന്നെ പറഞ്ഞു. ഐ ആം വർത്തി. ഓക്കെ, ഞാൻ അർഹിക്കുന്ന ഒരാളാണ്, അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ ആം ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഐ ആം ഹാൻസം. ഓക്കെ, പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കുറേ ഉണ്ട്. ഐ ആം കരിസ്മാറ്റിക്, എനിക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, ലാസ്റ്റ് എന്താ ഞാൻ ഐ പറഞ്ഞത്? ആം മോർ ദാൻ ഇനഫ്. മോർ ദാൻ ഇനഫ്. എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ കുറേ ഉണ്ട്. അപ്പോ ഞാൻ അതിൽ നിന്ന് ഒരു 4 എണ്ണം ഞാൻ വളരെ റാൻഡം ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. യെസ്, ഓക്കെ സാറേ. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. Good night all. Thank you very much. Good night, Shabasma. Good night, Anil Kumar sir. Good night all.